മോനെ മോനെ എന്താ ഉണ്ടാക്കുന്നേ? ക്യാരറ്റ് വറവും ചപ്പാത്തിയും. ഈ ക്യാരറ്റ് വറവോ? എനിക്ക് ക്യാരറ്റ് വറവൊന്നും വേണ്ട. എനിക്ക് എന്താ മധുരം കഴിക്കാൻ തോന്നുന്നു. മധുരം ഇപ്പൊ എന്താ ഉണ്ടാക്കുക ഞാന്? ഐഡിയ, നല്ല ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ആയ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം നല്ല രീതിയിൽ കഴുകിയ വലിയൊരു 4 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ നമ്മളിങ്ങനെ ചെറുതായ പീസസിൽ റബ്ബ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 ആൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. അതിനൊരു 4 വലിയൊരു ക്യാരറ്റ് മതിയാകും. അപ്പം അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6-8 ക്യാരറ്റ് എടുത്താൽ മതി. 5-6 പേർക്കും സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റും പിന്നെ കുറച്ച് ബദാമും ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്യൂ നട്ട്സും. അപ്പം ബദാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് തന്നെ മതിയാകും. അപ്പം ബദാം നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഏലക്കയും, ഒരു 3 ഏലക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ക്യാരറ്റ് നല്ല രീതിയിൽ റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കറക്റ്റ് ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം ഈ കാണുന്ന കപ്പിൽ 2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഈ അളവിനനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഐറ്റംസും ഇതിന് ആഡ് ചെയ്യുന്നത്. പാൽ നമ്മളൊരു 1.5 കപ്പ് എടുക്കുന്നതാണ്. പിന്നെ 4-5 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്കിനി ഏറ്റവും ഡിലീഷ്യസ് ആയ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും പിന്നെ ബദാമും ഇട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. അപ്പം ഇതിൻ്റെ കളർ നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആയി മാറുന്നത് വരെ നമ്മൾ വറുത്തെടുക്കേണ്ടതാണ്. എന്നാൽ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. അതിനുശേഷം ഈ നെയ്യിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് നല്ല രീതിയിൽ വാട്ടിയെടുക്കേണ്ടതാണ്. അപ്പം ഈ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ വേണം നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാൻ. അപ്പം അതിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ക്യാരറ്റ് നല്ല രീതിയിൽ വരണ്ടതിന് ശേഷം ഒരു 1.5 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഈ പാൽ ഇനി നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പം പാല് കംപ്ലീറ്റ് ആയിട്ടും വറ്റിച്ചെടുക്കാൻ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഏകദേശം പാല് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പാല് കംപ്ലീറ്റ് ആയിട്ടും വറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വറ്റുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ആ പഞ്ചസാര നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നല്ല രീതിയിലൊരു ലിക്വിഡ് ആയി തുടങ്ങും. അതിനുശേഷം നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പം ക്യാരറ്റും പഞ്ചസാരയും പിന്നെ പാലും നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മിക്സ് ആയിട്ടും ഉണ്ട്, കണ്ടില്ലേ. അപ്പം ഇതിലോട്ടേക്ക് നമുക്കിനി ഒരു 3 ഏലക്ക നല്ല രീതിയിൽ പൊടിച്ചിടാം. ആ ഒരു നല്ല ഫ്ലേവറും സ്മെല്ലും കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും പിന്നെ ബദാമും ഇട്ട് നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിലീഷ്യസ് ആയ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ആ ഹൽവയുടെ ആ ഒരു പാകത്തിന് ആയിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഒരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇനിയൊരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്യണം. കണ്ടില്ലേ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നെയ്യും പിന്നെ കറക്റ്റ് ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ല് വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഹരിക്ക് കൊണ്ടു കൊടുക്കാം. എന്താ പറയാമെന്ന് ഹരി കഴിച്ചിട്ട് പറയട്ടെ. നന്നായിട്ടുണ്ടല്ലോ, ടേസ്റ്റ് കണ്ടിട്ട് തന്നെ നന്നായിട്ടെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കി പറ. നന്നായിട്ട് സൂപ്പറായിരുന്നു. വീണ്ടും വീണ്ടും കല്യാണം തോന്നാം.
മധുരം കഴിക്കണം എന്നുള്ള ആഗ്രഹം മാറിയോ? അടിപൊളിയായിട്ടില്ല. ഞാൻ കടയിൽ നിന്ന് ഞാൻ സാധാരണ ഉടുപ്പി വൈഭവ, ശ്രീകൃഷ്ണ വൈഭവ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഈ ക്യാരറ്റ് ഹൽവ ഞാൻ കഴിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. കഴിക്കാൻ വേണ്ടി വയ്ക്കുന്ന സൂപ്പർ ഉണ്ട്. അപ്പം ഈ റെസിപ്പി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. മറക്കാതെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.